മുഹമ്മദ് സെക്കൻഡറി സ്കൂൾ ആദ്യത്തെ വരുന്ന ഓൺലൈൻ പ്രവൃത്തി പരിചയമേള എക്സ്പോ 20യുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആധുനിക സാങ്കേതിക വിദ്യയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ചുകൊണ്ടാണ് കോവിഡിനെതിരായിട്ടുള്ള ഒരു അക്കാദമിക പ്രതിരോധം നമ്മൾ ഏതാനും മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് മുറികൾക്കകത്ത് കുട്ടികളുടെ വിവിധ പഠന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് കൂടി പ്രാധാന്യം നൽകേണ്ടത് ഏറെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടം കൂടിയാണ്. മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്വന്തം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പാഠ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ, അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഓൺലൈൻ കലാമേളയ്ക്ക് കിട്ടിയിട്ടുള്ള വമ്പിച്ച സ്വീകാര്യത, ഇവയൊക്കെയാണ് ഇത്തരമൊരു പ്രവൃത്തി പരിചയമേളയ്ക്ക് തുടക്കം കുറിക്കുവാനും നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനായിട്ട് മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ശ്രീ സുലൈമാൻ കരിവള്ളൂർ സാറിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചോളൂ. ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് നമ്മോടൊപ്പമുള്ളത് കാസർഗോഡ് DO, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറെ അനുഭാവം നമ്മളോട് കാണിച്ചിട്ടുള്ള ശ്രീ നന്ദികേശൻ സർ അവരുകളാണ്. അദ്ദേഹത്തെയും ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിനെ ആശംസകൾ അർപ്പിക്കാനായിട്ടുള്ള മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ശ്രീ ഖദർ സാറിനെയും ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ മീഡിയമുകളുടെ തലവന്മാരായിട്ടുള്ള ശ്രീ അനസ് സർ, ഷക്കീല ടീച്ചർ, വാൻ ടീച്ചർ, അതോടൊപ്പം തന്നെ ഈ കലാമേളയുടെ കൺവീനർ റാഷിദ് സാറിനെയും ഏറെ അഭിമാനത്തോടുകൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയുള്ളൂ. ഇത്തരമൊരു പ്രവൃത്തി പരിചയമേളയുടെ ആശയം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പ്രവൃത്തി പരിചയമേളയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ഹനീഫ സാറാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതോടൊപ്പം തന്നെ ഈ മേളയുടെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ മത്സരാർത്ഥികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവരൊക്കെ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദരണീയരായ പ്രിൻസിപ്പാൾ, HM, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥി കാസർഗോഡ് DO നന്ദികേശൻ സാർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കോവിഡ് കാരണം ഒരുപാട് പരിമിതികളിലൂടെയാണ് ഈ വർഷത്തെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പരിമിതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാനേജ്മെൻറ്റും അധ്യാപകരും അടങ്ങിയ കൂട്ടായ്മ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് ഒരു പരിധിവരെ നല്ല വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതും ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വർഷം ഇംഗ്ലീഷ്, മലയാളം, കന്നഡ മീഡിയമുകളിലായി 300-ലേറെ വീഡിയോ ക്ലാസ്സുകൾ സ്കൂളിൻ്റേത് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനും അവരുടെ പഠന പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി, വളരെ ആസൂത്രണത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് അവരെ പഠന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കുവാൻ സ്കൂൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് നന്നായി അറിയാവുന്ന വസ്തുതയാണ്. 2 സ്റ്റുഡിയോകൾ ക്രമീകരിച്ചുകൊണ്ട് 20ഓളം കമ്പ്യൂട്ടറുകൾ എഡിറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ട് ആണ് ഇത്രയും നല്ല മികച്ച ഒരു പഠന പ്രവർത്തനത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് വളരെ സന്തോഷജനകമാണ്. അധ്യാപകരുടെ
അകമഴിഞ്ഞ സഹകരണവും ഉത്സാഹവുമാണ് ഈ പദ്ധതിയെ ഇത്രത്തോളം വിജയപ്രദമാക്കി തീർത്തത് എന്ന് ഈ സമയത്ത് പറയുന്നതിൽ വലിയ സന്തോഷവുമുണ്ട്. പഠന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളെ പോലെ സാഹചര്യം പൂർണ്ണമായി നമുക്ക് അനുകൂലമല്ലാതിരുന്നിട്ടും സാധ്യമാകുന്ന വഴികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റു പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസം നടത്തിയ ഓൺലൈൻ കലാമേള. വലിയ വിജയമാണ് അത് നമുക്ക് നൽകിയത്. നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാവുകയും അവരുടെ കഴിവുകൾ മാറ്റുരക്കാനുള്ള നല്ല വേദിയാക്കി അതിന് മാറ്റിത്തീർക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കെടുത്ത അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകൾ നമ്മൾ വളരെ വിപുലമായിട്ട് തന്നെ പ്രവൃത്തി പരിചയ മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരമായ സംവിധാനങ്ങളും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നതിനപ്പുറം പരിസരങ്ങളിലെ നമ്മുടെ ജില്ലയിലെ നിരവധി വിദ്യാലയങ്ങളിൽ നമ്മൾ അതിൻ്റെ പരിചയപ്പെടുത്തലുകളും പരിശീലനങ്ങളും സ്കൂളിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള മേലുദ്യോഗസ്ഥന്മാർക്കും വളരെ കൃത്യമായി അറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ തന്നെ സോപ്പുകളും ഫിനോയിലുകളും അതേപോലെ തന്നെ മെഴുകുതിരികളും മറ്റു പലതും നമ്മൾ ഇറക്കുന്നുണ്ട്. രക്ഷിതാക്കളും മറ്റുള്ളവരും അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എജ്യൂമിക്സ് എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ തന്നെ നമുക്കത് 1-2 വർഷങ്ങളായി നമ്മളത് ഇറക്കുന്നു. ഇതുവരെ എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചിട്ടുള്ളത് എന്നതും വലിയ സന്തോഷകരമാണ്. ഞാനതൊന്നും പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവൃത്തി പരിചയ മേള സ്കൂൾ സംഘടിപ്പിക്കുന്നതിന് കോവിഡ് കാരണം ഒരുപാട് പരിമിതികളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഓൺലൈനിലായി പരമാവധി അതിൻ്റെ ഗുണം ലഭ്യമാകുന്ന വിധത്തിൽ തന്നെ പരമാവധി വിദ്യാർത്ഥികൾക്ക് അതിൽ പങ്കാളികളാവാനുള്ള അവസരം നൽകിക്കൊണ്ട് തന്നെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ ഒരു പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് എക്സ്പോ 2020 എന്ന പേരിൽ നമ്മൾ ആസൂത്രണം ചെയ്ത പദ്ധതി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് കാസർഗോഡ് DEO ബഹുമാന്യനായ നന്ദികേശൻ സാർ അവർകളാണ്. നമ്മുടെ സ്കൂളിൻ്റെ പുരോഗമനാത്മകമായ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും നമുക്ക് പിന്തുണ നൽകുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്ത വലിയ ഒരു സഹൃദയനായ വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട നന്ദികേശൻ സാർ. ബഹുമാന്യനായ നന്ദികേശൻ സാറിനെ മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവൃത്തി പരിചയമേളയായ എക്സ്പോ 2020 ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ ഹൃദയപൂർവ്വം വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. മുഹിമ്മത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തികയുടെ ഈ അധ്യയന വർഷത്തെ സ്കൂൾ തല പ്രവൃത്തി പരിചയമേള എക്സ്പോ 2020 ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സ്കൂൾ മാനേജർ കൂടിയായ സുലൈമാൻ കരിവള്ളൂർ അവർകളെ സ്വാഗതം പറഞ്ഞ സ്കൂൾ
പ്രിൻസിപ്പൽ രൂപേഷ് MT അവർകളെ, അതുപോലെ തന്നെ സ്കൂൾ HM അബ്ദുൽ ഖാദർ മാഷ്, അധ്യാപക സുഹൃത്തുക്കളായ അനസ്, ശശികല, വാണി, റഷീദ്, അതുപോലെ തന്നെ പ്രവൃത്തി പരിചയവുമായി ബന്ധപ്പെട്ട സ്കൂളിൻ്റെ ചാർജുള്ള ഈ പ്രോഗ്രാമിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഹനീഫ് സർ അവർകളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ പഠനത്തിനോടൊപ്പം നമ്മളുടെ സർഗാത്മക കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്ന നിലയിൽ നിങ്ങൾ വളരെ ഗംഭീരമായ പ്രോഗ്രാമുകളാണ് സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് മുഹിമ്മത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ അധ്യയന വർഷം വളരെ ചിട്ടയോടെ അക്കാഡമിക് കാര്യങ്ങളായാലും മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലായാലും കാസർഗോഡ് ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്കൂളാണിത്. അതിന് ഏറ്റവും മികച്ച തെളിവ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 10ാം ക്ലാസ് റിസൾട്ട് തന്നെയാണ്. 210 കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ 208 കുട്ടികൾ ജയിക്കുകയും ചെയ്തു. അതോടൊപ്പം 2 കുട്ടികൾക്ക് ഫുൾ A+ നേടാനും നമുക്ക് സാധിച്ചു. ശതമാനം എന്ന് പറഞ്ഞാൽ 99.05, അതായത് സംസ്ഥാന ശരാശരിയേക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തേക്ക് LSS സ്കോളർഷിപ്പിൽ നമുക്ക് 5 കുട്ടികളെ വിജയിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും നടക്കുന്ന കലാ കായിക പ്രവർത്തനങ്ങളിലും മികച്ച സംഭാവനകൾ നൽകാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമേളയുമായി ബന്ധപ്പെട്ട നമ്മളുടെ സംഭാവന അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഏറ്റവും മികച്ചതായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വർഷം അതിനേക്കാൾ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ പ്രത്യേക കാലാവസ്ഥയിൽ അഥവാ ഈ പ്രത്യേക അവസ്ഥയിൽ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ സ്കൂളിൽ വന്ന് ഒന്നിച്ചു ചേർന്ന് കളിച്ചും പഠിച്ചും നടക്കുന്ന സമയത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് സർഗാത്മക കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള കൃത്യമായ വേദി സ്കൂളിൽ കിട്ടുന്നത്. പക്ഷേ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിനൊന്നും അവസരമില്ലെങ്കിലും നമുക്കറിയാം വളരെ ചിട്ടയോടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സ്കൂളിലെ അധ്യാപകരൊക്കെ വളരെ കൃത്യമായി നിങ്ങളോടൊപ്പം ഇടപെടുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഏതായാലും വളരെ ഭംഗിയായി നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം നിങ്ങളുടെ സ്കൂൾ തല കലോത്സവവും നമ്മൾ ഒരുവിധം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ അടുത്ത ഘട്ടമായി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്കൂൾ തല പ്രവൃത്തി പരിചയമേള. അതായത് കഴിഞ്ഞ വർഷം നടത്തിയ പോലെ നടത്താൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നടത്താൻ പറ്റൂല തൽക്കാലത്തേക്ക് നിന്നും. എങ്കിലും എക്സ്പോ 2020 എന്ന പേരിൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അതിൻ്റെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തേക്ക് 1 തൊട്ട് 4 വരെയുള്ള സെക്ഷൻ ഒരു വിഭാഗമായും 5 തൊട്ട് 7 വരെയുള്ളത് വേറൊരു വിഭാഗമായും ഹൈസ്കൂൾ തലത്തിൽ 8 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്ക് വേറെയൊക്കെ ചില ഐറ്റം വെച്ചുകൊണ്ട് ഏറ്റവും പ്രായോഗികമായി സാധ്യമാകുന്ന ഐറ്റങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് മേള സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഹനീഫ് മാഷനോട് പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ പേപ്പർ ക്രാഫ്റ്റ്, ഗ്ലാസ് പെയിന്റിംഗ്, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കൽ, എംബ്രോയിഡറി, അതുപോലെ തന്നെ ഫുഡ് മേക്കിംഗ്, ഈ 5 സെലക്റ്റീവായിട്ടുള്ള ഐറ്റം എടുത്തുകൊണ്ട് അതിൽ നിങ്ങളുടെ കഴിവുകളെ ഒന്ന് പ്രകടിപ്പിക്കാനും അതിനെ മെച്ചപ്പെടുത്താനുമുള്ള വേദിയാണ് നമുക്ക് എക്സ്പോ 2020 ഒരുക്കി തരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മെനക്കെട്ടാം സ്കൂളിലെ അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പളും അതോടൊപ്പം മാനേജ്മെന്റും മാനേജർ അടക്കമുള്ള മാനേജ്മെന്റും പ്രത്യേകിച്ച് ഹനീഫ് മാഷക്ക് പ്രത്യേകമായ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടി വരും. സാറ് വളരെ ആത്മാർത്ഥതയോടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി ഈ പ്രവൃത്തി പരിചയമേള നടക്കട്ടെ. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായി സാറ് നിങ്ങളെ അറിയിക്കും.
എല്ലാവരും വളരെ ഭംഗിയായി വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. നമ്മളെ നന്നായി പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. പരിമിതികളൊക്കെ നന്നാക്കാൻ നമുക്ക് അവസരം കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ വർഷത്തെ പ്രവൃത്തി പരിചയമേള അതായത് എക്സ്പോ 2020 നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എക്സ്പോ 2020 എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ അധ്യയന വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവൃത്തി പരിചയമേളയായ എക്സ്പോ 2020 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ നന്ദികേശൻ സാർ, സ്കൂൾ മാനേജർ സുലൈമാൻ കരുവള്ളൂർ, പ്രിൻസിപ്പൽ റുപേഷ്, എക്സ്പോ 2020 കോർഡിനേറ്റർ ഹനീഫ മാസ്റ്റർ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, മുഹിമാത്ത് സ്കൂളിൻ്റെ പ്രവൃത്തി പരിചയമേളയായ എക്സ്പോ 2020 ഉദ്ഘാടന വേളയിലാണ് നാം ഇപ്പോൾ. ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്നത് ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ നന്ദികേശൻ സാർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എന്നത് തന്നെയാണ്. തിരക്കിട്ട ഔദ്യോഗിക കാര്യങ്ങൾക്കിടയിലും അദ്ദേഹം നമുക്ക് വേണ്ടി അല്പം സമയം ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയാണ് കാണിക്കുന്നത്. സർ, സ്കൂളിൻ്റെ കൃതജ്ഞത അങ്ങേക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മേളയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സുലൈമാൻ കരുവള്ളൂർ സാർ, ആദരണീയനായ കാസർഗോഡ് DEO നന്ദികേശൻ സാർ, പ്രിൻസിപ്പൽ റുപേഷ് സാർ, HM അബ്ദുൽ ഖാദർ സാർ, HOD-മാരായ അനസ് സാർ, ഷിക്കിര ടീച്ചർ, വാൻ ടീച്ചർ, കൺവീനർ റഷീദ് സാർ, മുഴുവൻ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, മുഹിമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എക്സ്പോ 2020 പ്രവൃത്തി പരിചയമേളയുടെ ഉദ്ഘാടന സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കർത്തവ്യം നന്ദി അറിയിക്കുന്നതാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് തിരക്കിനിടയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുന്ന കാസർഗോഡിൻ്റെ സ്വന്തം DEO നന്ദികേശൻ സാർ പഠനത്തെ പോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്ന അദ്ദേഹം നമ്മുടെ സ്കൂളിലെ പല പദ്ധതികൾക്കും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സ്കൂളിൻ്റെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ പേരിലും 1000 നന്ദി അറിയിക്കട്ടെ. സ്കൂൾ മാനേജർ സുലൈമാൻ കരുവള്ളൂർ സാർ, പ്രിൻസിപ്പൽ റുപേഷ് സാർ, HM അബ്ദുൽ ഖാദർ സാർ, മുഴുവൻ സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തിൽ കൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അടുത്തതായി നടക്കുന്നത് പ്രവൃത്തി പരിചയമേളയുടെ പൊലിമ നഷ്ടപ്പെടാതെ മുഹിമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു വിദ്യാർത്ഥികളുടെ പ്രകടനമാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐ ആം ഷംല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഓംലെറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തിയും വെറൈറ്റിയുമായ ഓംലെറ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾക്ക് നോക്കാം. മുട്ട, ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയില, മുളക് പൊടി, ഒനിയൻ, തക്കാളി, 2 ടീസ്പൂൺ ഓട്സ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ആദ്യമായി നമ്മൾ ഒരു ബൗൾ എടുക്കാം. കട്ട് ചെയ്ത നീരുള്ളിയും തക്കാളിയും നമ്മൾ ഇതിലേക്ക് ഇടാം. എന്നിട്ട് അതേ ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞയിലയും മുളക് പൊടിയും ഇടാം.
ആവശ്യത്തിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം. എന്നിട്ട് 3 ടീസ്പൂൺ ഓട്സും ഇടാം. ഇത് ഞങ്ങൾക്ക് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2-3 മുട്ട എടുത്ത് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത ബൗളിലേക്ക് ഈ മുട്ട ഒഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പുരട്ടുക. എന്നിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിക്കുക. 2-3 മിനിറ്റ് അടുപ്പിൽ വെക്കുക. അതിനുശേഷം മറച്ചിടുക. ചൂടായതിനു ശേഷം മറച്ചിടുക. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഞങ്ങൾ ഉണ്ടാക്കിയ ഓംലെറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഫോൾഡ് ചെയ്യാം. അടുത്തതായി ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പഞ്ചസാര, പാല്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുട്ട, ബ്രെഡ്. ആദ്യമായി ബ്രെഡ് ചൂടാക്കി എടുക്കാം. മുട്ട ഒഴിക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെക്കുക. ചൂടായപ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി വന്നു. ബാറ്റർ ഒഴിക്കുക. ഇതിലേക്ക് ബ്രെഡ് വെക്കാം. കട്ട് ചെയ്ത് മറിച്ചിടാം. Bread omelette ready. The omelette's ready. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മാജിദ ഫാത്തിമ. ഞാൻ പഠിക്കുന്നത് 2C. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഹെൽത്തിയായ വെജിറ്റബിൾ ഓംലെറ്റ്. അതിനുള്ള ചേരുവകൾ: ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, മുരിങ്ങയില, എണ്ണ, 3 മുട്ട. ഇനി മുട്ടയിലേക്ക് ചേരുവകൾ ഇടാം. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. മിക്സ് ചെയ്ത മുട്ട ഒഴിക്കുക. വെജിറ്റബിൾ ഓംലെറ്റ് റെഡിയായി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഓംലെറ്റ്സ് ആണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മുടെ മുട്ടയും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ ചുട്ടെടുക്കാം. ഓംലെറ്റ് റെഡി. എൻ്റെ മാമാന്റെ സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മുട്ട, ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. സെക്കൻഡ് ഓംലെറ്റ് റെഡി. നെക്സ്റ്റ് omelette ready. Sweet omelette. Milk, sugar, ghee,
സ്വീറ്റ് ഓംലെറ്റ് റെഡി. ഉണ്ടാക്കിയത് 4 തരത്തിലുള്ള ഓംലെറ്റ്സ് ആണ്. മിൽക്ക് ഓംലെറ്റ്, കോക്കനട്ട് ഓംലെറ്റ്, ലൈസ് ഓംലെറ്റ്, റൈസ് ഓംലെറ്റ്. Stay home, stay safe. Thank you. Hi, good morning to all. My name is Ajwa Fatima. I am studying in 4th standard. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കുറച്ച് ക്രാഫ്റ്റ്സ് ആണ്. എന്നാൽ നമുക്ക് ക്രാഫ്റ്റ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ ആണ്. അപ്പോൾ ഫ്ലവറിന് വേണ്ട സാധനങ്ങൾ ഒരു ഗ്ലൂ, പിന്നെ ഒരു സീസർ, പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കാം. പിന്നെ ഒരു ക്രാഫ്റ്റ് വയറാണ് കേട്ടോ, മൊത്തം ക്രാഫ്റ്റ് വയർ. അപ്പോൾ നമ്മളുടെ പേപ്പർ 4ആക്കിയാണ് മടക്കിയിട്ടുള്ളത്. കണ്ടില്ല, കാണിച്ചു തരാം. ഇങ്ങനെയാണ് മടക്കിയിട്ടുള്ളത്. 1 2 3 4ആക്കിയാണ് ഞാൻ മടക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ 3 പേപ്പറും ഇങ്ങനെ 4ആക്കി മടക്കിയാണ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മിഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കണം. ആദ്യത്തെ പേപ്പർ നമ്മൾ മുറിച്ചെടുക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. 3 പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 പീസസ് എനിക്ക് ഇപ്പോൾ ഒരു ഫ്ലവർ ആക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു ഫ്ലവറിൻ്റെ മുകൾക്ക് അപ്പോൾ ഒരു പേപ്പറിൻ്റെ മുകൾക്ക് ഞാനിപ്പോൾ 3 പേപ്പർ വെച്ചിട്ടുണ്ട്, പീസാക്കിയത് ഉണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, ഇതിങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ ഒരു ഭാഗം മടക്കുക, എന്നിട്ട് തിരിച്ച് മറ്റേ ഭാഗം മടക്കുക, എന്നിട്ട് മറ്റേ ഭാഗം മടക്കുക, അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, ഇതിങ്ങനെ മടക്കിയിട്ട് ഫുള്ളും അങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ കത്തിരിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ പോട്ടാണ്. ഈ ഫ്ലവർ പോട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സീസർ, പിന്നെ ഒരു ഫെവിക്കോൾ, പിന്നെ ഒരു ഷീറ്റ് പേപ്പർ, പിന്നെ
കളർ ഷീറ്റ് പേപ്പർ. പിന്നെ നമ്മൾ ഹാൻഡിനായി ഉപയോഗിക്കുന്നത് റിബണാണ് കേട്ടോ. റിബണാണ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ കളർ പേപ്പർ ഇങ്ങനെ മടക്കുക. ഇനി നമ്മൾ മടക്കിയതിന് ശേഷം ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനി നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് ഗമ്മ് കുറച്ച് അപ്പോൾ നമ്മളുടെ 3 ക്രാഫ്റ്റ്സും റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. നടുഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഇത് റിബണ് നമ്മളുടെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റാപ്ലർ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചെടുക്കുന്നത്. അപ്പം ഞാൻ റിബണ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം നമ്മളുടെ സെക്കൻഡ് ക്രാഫ്റ്റായ ഫ്ലവർ പോട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലവർ വെച്ചത് മുൻപ് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഇല്ലേ, അതാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജമ്പിങ് പോലുള്ള ക്രാഫ്റ്റാണ്. ഇനി നമ്മൾ ആവശ്യം ഒരു സീസർ, പിന്നെ ഒരു ഷീറ്റ് പേപ്പർ. ഞാനിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ പിന്നീട് മൂന്ന് ക്രാഫ്റ്റ്സും റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. ഹായ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മാഗി ഓംലെറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 eggs. ഈ 2 eggs ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, സാൾട്ട്, ഗരം മസാല പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ഓയിൽ, വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ആണിത്. ഇത് കറി ലീവ്സ്. ആദ്യം ഈ കൂട്ടുകളെല്ലാം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കുക. ഒരു പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ കൂട്ടം ഇതിലേക്ക് വയ്ക്കുക. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ഇതിലേക്ക് ഇടുക. ഇനി ഈ കുറച്ച് കറി ലീവ്സ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം മൂടി വെക്കുക. അങ്ങനെ എന്റെ മാഗി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല ഓംലെറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 eggs. ഈ 2 eggs ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഗാർലിക് പേസ്റ്റ്, സാൾട്ട്, പെപ്പർ പൗഡർ, എഗ് മസാല പൗഡർ, ഗരം മസാല പൗഡർ, ടർമറിക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, ഓയിൽ, കറി ലീവ്സ്. ആദ്യം ഈ ചേരുവകളെല്ലാം ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക.
എന്നിട്ട് ഒരു പാനിലേക്ക് കൂട്ടുക. നന്നായി ഇളക്കിയതിനു ശേഷം ഒരു പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ എഗ് മസാലയുടെ കൂട്ടം ഒഴിക്കുക. ഇനി കുറച്ച് കറി ലീവ്സ് ഇട്ട് ഇതിന് മൂടി വെക്കുക. എന്നിട്ട് അങ്ങനെ എന്റെ മസാല ഓംലെറ്റ് റെഡി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ